സ്നേഹിക്കൂല. പിന്നെ ആരാ സ്നേഹിക്കുന്നത്? ശൈത്താൻ. നമ്മൾ മലക്കല്ല സ്നേഹിക്കുന്നത്, നമ്മളെ ശൈത്താനാ സ്നേഹിക്കുന്നത്. അതാ അവൻ തലയിൽ കയറിയിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവന്റെ ചതിയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകൾ ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിലും, മലക്കുകൾ ഒരു മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണമെങ്കിലും, മലക്കുകൾ ഒരു മനുഷ്യനെ സിയാറത്ത് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് വരണമെങ്കിൽ, മലക്കിന്റെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ 6 നല്ല സ്വഭാവം ആർക്കുണ്ടോ അവനെ മലക്കിന് ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 നല്ല സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും, ഓരോന്നെടുത്തോ, 6 വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന 6 നല്ല ഗുണങ്ങളിൽ ഏതെങ്കിലും എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ മലക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പം 10:20 ഇൻഷാ അല്ലാഹ് കറക്റ്റ് 1 മണിക്കൂറും 5 മിനിറ്റും ഉണ്ട്. എത്ര എണ്ണം പറയാൻ പറ്റുമോ അത് പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനും മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്കാ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് ജിബ്രീൽ എന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ചോദിക്കുന്നത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. കാരണം അല്ലാഹുവേ, പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന് നിനക്കെങ്ങനെ അറിയാ ജിബ്രീലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ, ആരാ അബൂദർ? ആരാ? സമ്പന്നനല്ല, പടച്ചവനെ മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനാ. ഒരു ദിവസം ഒരു കാരക്ക പോലും കഴിക്കാനില്ലാത്ത, ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു മാറ്റാനൊരു വസ്ത്രമില്ലാത്ത, പടച്ചവനെ കാലിന്റെ ചെടിയതാ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു മണൽത്തരി പോലും സ്വന്തമായിട്ട് ഈ ഭൂമിയിലില്ലാത്ത, അതാ പടച്ചവനെ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ആ പോകുന്നത് അബൂദർ അല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്റെ അബൂദറിനെ നിനക്കെങ്ങനെ അറിയാ? ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഇ അശ്ഹറു ഫിൽ അർളി. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഈ ഭൂമിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. നാട്ടുകാർക്ക് മുഴുവനും ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയണമെന്നില്ല. പക്ഷേ ആകാശ ലോകത്തുള്ള മലക്കുകൾക്ക് മുഴുവനും ആ ചെറുപ്പക്കാരനെ പരിചയമുണ്ട് നബിയേ. ആ ചെറുപ്പക്കാരനെ അറിയാത്ത മലക്കുകളില്ല. ഈ സദസ്സിലിരിക്കുന്നവര്, ഈ നാട്ടുകാർക്ക് നിന്നെ അറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കിനെ നിന്നെ അറിയാ. മലക്കിന് നിന്നെ നല്ല പരിചയമാണ്. മലക്കിന് നിന്റെ പേരറിയാ, നിന്റെ വീടറിയാ. നിന്നെ കാണാൻ മലക്കുകൾ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അബൂദർ എന്ന് പറയുന്ന പട്ടിണി കൊണ്ട് കഴിയുന്ന പാവപ്പെട്ടവനെ മലക്കുകൾ സ്നേഹിക്കാൻ ഉള്ള കാരണം എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അവിടെ